മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് CPM വിശദീകരിക്കാത്തത്? ഇതിൽ രാഷ്ട്രീയം വരുന്നത് ഇത്തരം ബന്ധങ്ങളിലൂടെയാണ് ഇവർക്ക് ഇത്തരം കടന്നുകയറ്റങ്ങൾക്കൊക്കെ സാധ്യത ഏറുന്നത്. പ്രതി പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു പൊതു ഇടത്തുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അധികാരത്തിലേറിയ സമയത്ത് വിശേഷിപ്പിച്ച ഒരു അവതാരത്തിന്റെ റോളിലാണോ പങ്കെടുത്തത്? മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടി, ഒരു സിൽബന്തിയായിട്ടാണോ പങ്കെടുത്തത്? അല്ല. ശരി മാഷേ, നമ്മുടെ സ്വരാജ് ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ചർച്ചകളിലൊക്കെ തന്നെ ചില ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തുക, പിന്നീട് അവർ നിരപരാധികളാണെന്ന് വരും, അപ്പോഴേക്കും ഡാമേജുകൾ സംഭവിക്കുക. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നമ്മുടെ ഈ ദിണ്ടുകൽ മണിയുടെ രംഗപ്രവേശത്തോടെ ഒരുപാട് ആൾക്കാരുടെ പേരുവിവരങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഒരു വ്യവസായി തിരുവനന്തപുരത്ത് ഒരു ഉന്നതൻ പണം വാങ്ങി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരികയാണ്. അപ്പം നമുക്ക് ആരാണ് അപരാധി, ആരാണ് നിരപരാധി എന്ന ഒരു അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ കഴിയില്ല. അതൊക്കെ അന്വേഷണ ഏജൻസി കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഭയം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്ന് ഹൈക്കോടതി ആദ്യം മുതൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ചർച്ചകളുമൊക്കെ തന്നെ അന്വേഷണങ്ങളുമൊക്കെ തന്നെ ആ വഴിക്ക് നീങ്ങുന്നുണ്ടോ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും മോഷണം നടത്താൻ ഇവരൊക്കെ പദ്ധതിയിട്ടിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പോൾ ഈ വാർത്തകളൊക്കെ ഇതൊക്കെ വല്ലാതെ അലോസരപ്പെടുന്നുണ്ട്. കേരളം പോലെ മതസഹിഷ്ണുതയ്ക്കൊക്കെ സമുദായ സഹിഷ്ണുതയ്ക്കൊക്കെ പേരുകേട്ട ഒരു സംസ്ഥാനത്ത് ഇത്തരം മോഷണ സംഘങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ഇതിൽ എങ്ങനെയാണ് ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ളതിൽ അങ്ങ് നോക്കിക്കാണുന്നത്? ഇതിലിപ്പോൾ SK നമുക്കൊരു നിസ്സഹായതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് നമുക്ക് പറയാതെ കഴിയില്ല. കാരണം ഒരു കാര്യം ചർച്ച ചെയ്യണ്ടേ. അപ്പം അതിൽ വരുന്നൊരു പ്രശ്നം, എനിക്ക് എൻ്റെ സുഹൃത്ത് സ്വരാജിനോടൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇതിൽ രാഷ്ട്രീയം വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഒരു വാക്ക് ഞാൻ പറയാമെന്ന് വിചാരിക്കുക. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതൊരു പ്രതീകമാണ്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരെങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത്? ഇപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു പ്രവേശന മാർഗത്തിലൂടെയല്ല അദ്ദേഹം ഈ സ്ഥലത്തൊക്കെ എത്തിയത്. അപ്പോൾ അതിലൊരു ചെറിയൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സമുന്നതയായ നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത്? ആ ഫോട്ടോ ഫേക്കാന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിലിപ്പോൾ ഇവിടുത്തെ ഒരു സാധാരണ ഇതിലൊരു MLAക്കോ MP ക്കോ തന്നെ അവരെ കാണുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമില്ല. അവർക്ക് നേരം ഉണ്ടാവില്ല, പിന്നെ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഇതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഇദ്ദേഹമുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അപ്പോൾ അവിടെ ഒരു താക്കോൽ ദാനത്തിന് ആ താക്കോല് മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ ഈ പോറ്റി എങ്ങനെ എത്തി? അപ്പോൾ ഇത്തരം പണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഏതാണ്ട് 9.5 കൊല്ലം മുമ്പ് പറഞ്ഞാണ്, അവതാരങ്ങൾ ഉണ്ടാവുകയില്ല എന്ന്. അപ്പോൾ ഇത്തരം അവതാരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ എനിക്കൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അറിയാൻ അവകാശമുണ്ട്, സോണിയാഗാന്ധിയും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിശദീകരിക്കാത്തത്? അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് എന്തുകൊണ്ടാണ് CPM വിശദീകരിക്കാത്തത്? ഇതിൽ രാഷ്ട്രീയം വരുന്നത് ഇത്തരം ബന്ധങ്ങളിലൂടെയാണ് ഇവർക്ക് ഇത്തരം കടന്നുകയറ്റങ്ങൾക്കൊക്കെ സാധ്യത ഏറുന്നത്. അപ്പോൾ ഇതിൽ അവർക്കൊരു പ്രത്യേക പാർട്ടിയുടെ കാര്യമല്ല അത്. ഇത്തരം ആളുകൾക്ക് എല്ലാ പാർട്ടിയിലും ബന്ധങ്ങളുണ്ടാവും. അതിൻ്റെ ആളുകൾ ആരാണ്, അതിൻ്റെ ഏജൻറ്റുമാർ ആരാണ് നമുക്കറിയില്ല. അതറിയാൻ നമുക്ക് അവകാശമുണ്ട്. കാരണം ഇതൊക്കെ പൊതു സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടേക്ക് ഈ തരത്തിലുള്ള ഇപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്രിമിനലുകളാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രവേശനം കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു മന്ത്രിയുടെ മന്ദിരത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ഇപ്പോൾ SK ഓർമ്മയുണ്ടാവും, മുഖ്യമന്ത്രി ആയിരിക്കെ കരുണാകരൻ്റെ ഹെലികോപ്റ്ററിൽ ഒരു ആന്റണി എന്നാണ് ആ പേര് ഞാൻ ഓർക്കുന്നത്, ഒരു ആള് എങ്ങനെയാണ് എത്തിയത്? അപ്പോൾ അന്ന് പാവം പയ്യൻ എന്ന് ആൻഡോ താങ്ക് യു ഫോർ ദ കറക്ഷൻ, ആൻഡോ. ഇതൊരു ചോദ്യം തന്നെയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പോകുന്ന ഹെലികോപ്റ്ററിൽ ഒരു തരത്തിലും രാഷ്ട്രീയത്തിലോ മറ്റു രംഗത്തോ ഇല്ലാത്ത ഒരാൾ എങ്ങനെ കയറുന്നു? ആ പാവം പയ്യൻ എന്നാണ് അന്ന് ശ്രീ K. കരുണാകരൻ അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കറിയാനുള്ള അവകാശമുണ്ട്. ഇത്
അപ്പൊ ആ തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഓക്കെ, ഞാൻ മാഷിലേക്ക് വരാം. മാഷ് തീർച്ചയായിട്ടും എം സ്വരാജ് ഇതിന് മറുപടി പറയും. കോൺഗ്രസ് സ്ഥലത്തും നേതാവ് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് അവരുടെ മറുപടി നമുക്ക് പിന്നീട് ചോദിക്കാം. ഈ പാർട്ടിക്ക് ഇതിൽ യാതൊരു റോളുമില്ല, അല്ലെങ്കിൽ ദൈനംദിന ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിൽ മന്ത്രി ഇടപെടാറില്ല, അതുകൊണ്ട് തന്നെ മന്ത്രി സുരക്ഷിതനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ വാദഗതികളൊക്കെ നിലനിൽക്കുമോ? എന്താണ് താങ്കളുടെ ഈ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം? ഇപ്പോൾ ഹൈക്കോടതി തന്നെ ഈ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് തോന്നുന്നു പ്രധാനമായും മാധ്യമങ്ങളോടാണ്, ഒരു സമാന്തര അന്വേഷണം പാടില്ല, സമാന്തര വിചാരണ പാടില്ല. മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും പ്രാധാന്യത്തെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഇത്ര സെൻസിറ്റീവായ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ, സ്വയം നിയന്ത്രണങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഗൗരവതരമായ ഒരു മാനത്തിൽ കോടതി തന്നെ ഇതിനെ കാണുന്നുണ്ട്. ഒരു ഭാഗം ഞാനത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തി, മാധ്യമങ്ങളോടാണ് അത് പറയുന്നതെങ്കിലും എല്ലാവർക്കും അത് ബാധകമാണ്, പൊതുവായി ബാധകമാണ്. ഞാൻ ബഹുമാന്യനായ BJP പ്രതിനിധി പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒപ്പം അതിനു മുൻപ് കാരശ്ശേരി മാഷ് ഇതിലെ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എനിക്ക് ഏറെ ബഹുമാനമുള്ള ആളാണ് കാരശ്ശേരി മാഷ്, എന്നാൽ രാഷ്ട്രീയമായ ചില വിയോജിപ്പുകളുണ്ട് താനും. ഇക്കാര്യത്തിൽ എനിക്ക് മാഷോടുള്ള വിയോജിപ്പ്, 2 വിഷയങ്ങളെ മാഷ് ഒരേപോലെ കണ്ടു. അത് അന്യായമായി പോയി. എന്തുകൊണ്ടെന്നാൽ, ഒന്ന് സോണിയാഗാന്ധിയെ കണ്ട കാര്യം, അത് ജൻപഥിലെത്തി കാണുകയാണ്, ഒന്നിലധികം തവണ കാണുകയാണ്. സാധാരണ നിലയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പോലും അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടുക എളുപ്പമല്ല, അതെല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവിന് അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കാലം സാക്ഷിയുമാണ്. അവിടെ ചെന്ന് ഉപഹാരങ്ങൾ കൊടുക്കുന്നു, കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണുന്നു. അത് ചോദിക്കുമ്പോൾ ശ്രീ അടൂർ പ്രകാശ് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഇദ്ദേഹം, അതുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്തു എന്നൊക്കെയാണ്. എന്ത് സാമൂഹ്യ പ്രവർത്തകനാണെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരോട്. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്, ശരി. അതിനെ ചേർത്ത് വെച്ച് പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രിയുടെ വീട്ടിലോ ക്ലിഫ് ഹൗസിലോ ഓഫീസിലോ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരാരോപണം ഉന്നയിക്കാൻ കഴിയും വിധം മുഖ്യമന്ത്രിയെ കാണുകയാണോ ഈ പ്രതി ചെയ്തിട്ടുള്ളത്? അല്ല. പ്രതി പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു പൊതു ഇടത്തുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അധികാരത്തിലേറിയ സമയത്ത് വിശേഷിപ്പിച്ച ഒരു അവതാരത്തിൻ്റെ റോളിലാണോ പങ്കെടുത്തത്? മുഖ്യമന്ത്രിയുടെ ഒരു ശിങ്കിടി, ഒരു സിൽബന്തിയായിട്ടാണോ പങ്കെടുത്തത്? അല്ല. അത് ഒരു ആംബുലൻസ് പോലീസ് സേനയ്ക്ക് ഒരു ജ്വല്ലറി ഗ്രൂപ്പ്, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, സംഭാവന കൊടുക്കുകയാണ്. ആ ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ശിങ്കിടിയായിട്ടോ കയ്യാളായിട്ടോ മറ്റോ ആണ് അദ്ദേഹം അവിടെ വന്നിട്ടുള്ളത്. അതിന് നമ്മൾ എങ്ങനെ മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കും? പോലീസ് സേനയുടെ കൂടി മന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ ഒരു കാര്യം, ഒരു വ്യവസായ ഗ്രൂപ്പ് പോലീസ് സേനയ്ക്ക് ആംബുലൻസ് കൊടുക്കുമ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആ വീഡിയോ ദൃശ്യം ഞാൻ കണ്ടു. അതിൽ ഈ മുഖ്യമന്ത്രിയും പ്രതിയും മുഖാമുഖം കാണുമ്പോൾ ഒരു പരിചയം പോലും മുഖ്യമന്ത്രിയുടെ മുഖത്തില്ല, ഒരു വാക്കുപോലും മുഖ്യമന്ത്രി പറയുന്നില്ല. പ്രതി തൊഴുതു, മുഖ്യമന്ത്രിയും തൊഴുതുപോയി. അദ്ദേഹം ആര് തൊഴുതാലും തിരിച്ചു തൊഴില്ല, നമ്മളൊക്കെ ചെയ്യില്ലേ? ഒരു വാക്കു പറഞ്ഞോ, ഒന്ന് ചിരിച്ചോ? ഒരു ബന്ധവും ഇല്ലാത്തയാളാണെന്നുള്ളത് ആ വീഡിയോ ദൃശ്യം മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തെയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. പിന്നെ ശ്രീ അടൂർ പ്രകാശ് ഉന്നയിച്ചതിലെ ഒരു പ്രശ്നം, അത് വസ്തുതാവിരുദ്ധമാണ്. ഞാൻ കളവെന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി കണ്ടു കഴിഞ്ഞാണ് UP അധ്യക്ഷ കണ്ടത് എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി സ്റ്റേറ്റ് പോലീസ് ചീഫ് പങ്കെടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് പോലീസ് ചീഫ് ആ ചുമതലയെടുത്ത് 2025 ജൂലൈ മാസം 1-ാം തീയതി അല്ലേ? ഇദ്ദേഹം കണ്ടത് എത്ര കാലം മുമ്പാണ്? പിന്നെ ഇദ്ദേഹം എങ്ങനെ ശബരിമലയിൽ വന്നു, ഈ പ്രതി വന്നു എന്ന് മാഷ് ചോദിച്ചു. 2004 വന്നത് മാഷെ. 2004 അങ്ങനെ വന്ന് അവിടെ തമ്പടിക്കാൻ പറ്റിയ സാഹചര്യം എന്ത് എന്നതുൾപ്പെടെ അന്വേഷിക്കട്ടെ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ 2004 ആരാണ് ഭരിച്ചത്, ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം. ഞാനതിന് മുതിരുന്നില്ല. അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരട്ടെ. പിന്നെ പരിപൂർണ കമ്മീഷൻ മുൻപ് കൊടുത്ത റിപ്പോർട്ട് ഈ സമയത്തൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ശബരിമലയിലെ ക്രമക്കേടുകളെക്കുറിച്ച്, കൊള്ളരുതായ്മകളെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണുള്ളത്? ആ റിപ്പോർട്ടിലെ ഒരു വാക്ക് പകൽ കൊള്ള എന്നാണ്. പകൽ കൊള്ള. ശർക്കര ഇടപാടിനെ കുറിച്ച് കൃത്യമായി എടുത്തു പറയുന്നുണ്ട്. ആരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? കോൺഗ്രസിൻ്റെ സമുന്നതനായിരുന്ന നേതാവ് ആയിരുന്ന, ഭൂതകാലത്തിലാണ് പറയുന്നത്, രാമൻ നായരായിരുന്നില്ലേ? എത്ര ഇടത്താണ് ആ പേര് പരാമർശിക്കുന്നത്? പകൽ കൊള്ള എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും ഈ അന്വേഷണത്തിനിടയിൽ പരിശോധനാ വിധേയമാകും എന്ന് ഞാൻ കരുതുകയാണ്. ആ പരിശോധന ശക്തമായി നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പരിശോധന നടക്കരുതെന്നോ പ്രതികളെ ആരെയും തുടരുതെന്നോ അല്ല എൻ്റെ വാദം. എല്ലാം സൂക്ഷ്മമായി നടക്കട്ടെ.
നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഊഹം വെച്ചിട്ടോ നമ്മളിപ്പോൾ ശിക്ഷ വിധിക്കാൻ പുറപ്പെടുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് എനിക്ക് തോന്നി. ഈ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച്, ഈ ജാമ്യം നൽകുന്ന ജാമ്യ ബെഞ്ച് സിംഗിൾ ബെഞ്ചായിരുന്നു തീർച്ചയായിട്ടും. അദ്ദേഹം ആ വിധിയിലും അത് പരാമർശിച്ചിട്ടുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അതിൽ ഞാൻ പറഞ്ഞ അല്ല, ഒരു പാസിംഗ് കമന്റ് ആയിരുന്നില്ല ജഡ്ജിയുടെ, അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ മതിയല്ലോ. അതെ അതെ, ഞാൻ പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ഞാൻ പറഞ്ഞത് ഈ അന്വേഷണത്തിന്റെ പുരോഗതി പരിശോധിക്കാനോ വിലയിരുത്താനോ അഭിപ്രായപ്പെടാനോ അധികാരപ്പെട്ട ബെഞ്ചല്ല അത്. അത്ര പറഞ്ഞാൽ പോരെ? അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ കൊടുത്തയച്ചു ഇദ്ദേഹത്തിന്റെ കയ്യിൽ, പ്രതിയുടെ കയ്യിൽ പ്രശാന്ത് കൊടുത്തയച്ചു എന്ന് പറഞ്ഞല്ലോ, അത് നടപടിക്രമങ്ങൾ പാലിച്ചും ഉത്തരവാദിത്തപ്പെട്ട അവിടെ സന്നിഹിതരാവേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലും ബന്ദോബസ്തിലും വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയുമാണെന്നാണ് പത്രങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിലെന്തെങ്കിലും കുറവ് വന്നോ? ഞാൻ ഇനിയിപ്പോൾ അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിലേക്ക് പോകുന്നില്ല. ഭരണപരമായ വീഴ്ച ഉണ്ടോ? ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചയുണ്ടോ? തട്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ? അതോ കൂട്ടുനിന്നോ? വീഴ്ചയാണോ? ബോധപൂർവം തട്ടിപ്പിന് കൂട്ടുനിൽക്കലാണോ? ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളല്ലേ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. എനിക്കോ അവതാരകനോ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റുള്ളവർക്കോ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇപ്പോൾ എന്ത് അഭിപ്രായമാണ് പറയാനാവുക? പറയാൻ കഴിയുന്ന അഭിപ്രായങ്ങൾ പൊതുവായ അഭിപ്രായമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആരോപണങ്ങളൊക്കെ സ്വാഭാവികം ഉണ്ടാവും, പക്ഷേ അത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്, അത്രയേ ഉള്ളൂ.